തിരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമാണെന്ന് ഹരിശ്രേഷവും ചോദിച്ചതുപോലെ കേട്ടോ ഇവിടുത്തെ അവസ്ഥ. എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് നല്ല ചൂടുണ്ടായിരുന്നു. ഒരാഴ്ച കറക്റ്റായിട്ട് അങ്കൻവാടി പോയി കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ച അവർക്ക് ഫുള്ള് പനിയായിരിക്കും. അങ്ങനെ എന്തായാലും രാവിലെ തട്ടിക്കൂട്ടി ദോശയും തലേന്നത്തെ മീൻകറിയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മുട്ടയൊക്കെ പൊരിച്ച് തിന്നിട്ട് ഞങ്ങൾ നേരെ അങ്ങ് ആശുപത്രിയിലോട്ട് പോയി. ആശുപത്രിയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. പക്ഷേ വീട്ടിലോട്ട് ഒന്നും കഴിക്കാനൊന്നുമില്ല. പെട്ടെന്ന് തീരുമാനിച്ച ഹോസ്പിറ്റൽ വിസിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളുടെ സ്ഥിരം ഹോട്ടലായിട്ടോ ഇത്. ഹോട്ടലിൽ കയറി ഒരു ഫ്രൈഡ് റൈസും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ഞങ്ങളത് കഴിച്ചു. എനിക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. ഓറസ് കണ്ടപ്പോഴത്തേക്ക് ഫ്രൂട്ടി ആണെന്ന് പറഞ്ഞു ഒരു ഭയങ്കര ബഹളം. അവസാനം അത് പൊട്ടിച്ചു കൊടുത്ത് വായി വെച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയായിരുന്നു പീലിക്ക്. രാത്രിയിലത്തേക്ക് ഇനി വീണ്ടും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വലിയ അഹങ്കാരമായി പോകും. അതുകൊണ്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. ഇന്നലെ വൈകിട്ട് കുറച്ച് വലിയ ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പോഴും തന്നെ എടുത്ത് കണ്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതെടുത്ത് തേങ്ങ അരച്ചൊരു കറിയും വെച്ച് 2 മുട്ട എടുത്തിട്ട് തോരനും വെച്ച് പീലിക്ക് കഞ്ഞി റെഡിയാക്കി. പക്ഷേ മീൻകറിയുടെ മണം അടിച്ചപ്പോഴത്തേക്ക് പീലിക്ക് കഞ്ഞി വേണ്ട, ചോറ് തന്നെ മതി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.